ഹലോ, അപ്പോൾ ഇന്ന് നമുക്ക് റമളാൻ ഡേ നമ്പർ 5-ൻ്റെ ഒരു പ്രിപ്പറേഷൻ വീഡിയോ ആവാം. ആദ്യം തന്നെ ഏത്തപ്പഴമൊക്കെ ഒന്ന് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്, കടി ഉണ്ടാക്കാൻ വേണ്ടിയാണ് കേട്ടോ ഗൈസ്. പിന്നെ ഫ്രീസറിലിരുന്ന് തേങ്ങയൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് വെക്കുന്നുണ്ട്, ഐസൊക്കെ ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോഴത്തേനും നമ്മുടെ പഴമൊക്കെ നന്നായിട്ടൊന്ന് പുഴുങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയണം കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു നാലെങ്ങാണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്, 4 എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കണം. ഇതുപോലൊരു സ്പൂണോ എന്തെങ്കിലും തവിയോ എന്തെങ്കിലുമൊക്കെ വെച്ചൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ ഗൈസ്. അതിന് ഉടച്ചതിന് ശേഷം കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ബാറ്ററാക്കി എടുക്കാം. കുറച്ച് വേവ് കൂടിപ്പോയി, ഇത്രയും വേവ് ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. നമുക്ക് സ്നാക്സിലിടാനുള്ള ഫില്ലിങ് റെഡിയാക്കി കൊടുക്കാം. അതിനായിട്ട് നമ്മൾ ആവശ്യത്തിന് നെയ്യ് ഒഴിക്കാം, നമ്മുടെ മുന്തിരി വാട്ടിയെടുക്കാം, തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം പഞ്ചസാര ഇട്ട് ഒന്ന് കളർ മാറി വരുമ്പോൾ തീ ഓഫ് ചെയ്യാം. നമ്മൾ നേരത്തെ പഴം പുഴുങ്ങിയതിൻ്റെ ഡൗ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതുപോലെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ഫില്ലിങ് റെഡിയാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കി എടുക്കാം. ഞാനിവിടെ ഉന്നക്കായാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ഷേപ്പൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കാര്യമാക്കണ്ട, ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഗൈസ്, അത് ഉറപ്പാണ്. കാരണം ഇതിനു മുമ്പ് ഇതുപോലെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് കളർ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ ഗൈസ്. ഇത് ഞാൻ ഉണ്ടാക്കിയ വേറൊരു സാധനമാണ്, ഇതിൻ്റെ പേര് ഞാൻ പറയാം കേട്ടോ ഗൈസ്. ഇതെൻ്റെ സ്വന്തം റെസിപ്പിയാണ്. പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്നൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പഴം വീണ്ടും പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്, പഴം നിറച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. പഴം പുഴുങ്ങിയതൊക്കെ ഒന്ന് സെറ്റായി വരുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുന്തിരി ഒന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് നേരം വെള്ളത്തിലിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോഴത്തേനും ഫ്രിഡ്ജിൽ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ ഇന്നലത്തെ കുറച്ചധികം ഫ്രൂട്ട്സ് ബാക്കി ഉണ്ടായിരുന്നു, അങ്ങനെ അതെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ് ഞാൻ. അപ്പോൾ അതിൻ്റെ ഒപ്പം കുറച്ച് ഓറഞ്ചും കൂടി ഇതുപോലെ ഒന്ന് അടർത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ആപ്പിളും കൂടി കട്ട് ചെയ്തിട്ട് പാത്രത്തിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ അതും ഒന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. വാട്ടർമെലൺ ഇന്നലത്തെ തന്നെയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ തന്നെ നമ്മുടെ മുന്തിരിയൊക്കെ നന്നായിട്ട് അഴുക്കൊക്കെ പോയി വന്നിട്ടുണ്ട്, അതൊന്ന് ഊറ്റിയതിന് ശേഷം അതും ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ പഴം പുഴുങ്ങിയതൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. 2 പഴമാണ് പുഴുങ്ങാനായിട്ടുണ്ടായിരുന്നത്, പകുതിയാക്കിയതിന് ശേഷം 4 ഉണ്ടായി. ഒരെണ്ണം നന്നായിട്ട് വാടി വന്നിട്ടില്ല, അപ്പോൾ അതൊന്ന് വീണ്ടും പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. ബാക്കി 3 എണ്ണത്തിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം ഒരു സ്ക്വയർ എടുത്തിട്ട് നടുക്കി കൂടി ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ വേറെ ഒന്നുമില്ല, കുറച്ച് നെയ്യ് ഒഴിക്കുക പാനിലേക്ക്, അതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ഗൈസ്. അപ്പോൾ ഇതിന് എടുത്ത സാധനങ്ങളൊക്കെ എടുത്തോടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ കടികളൊക്കെ സെറ്റായിട്ടുണ്ട്, ഉന്നക്കായ് സെറ്റായിട്ടുണ്ട്, പഴം നിറച്ച് സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ പേരാണ് വെയിറ്റ് കായ. ഞാൻ തന്നെ സ്വന്തമായിട്ട് ഇറക്കിയ സാധനമാണ്, ഞാൻ തന്നെയാണ് പേരിട്ടത്. അപ്പോഴത്തേനും ഓറഞ്ച് ജ്യൂസൊക്കെ ഒന്ന് അടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ടേബിളിലേക്ക് സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ഈന്തപ്പഴം ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, കായപ്പോളം ഉണ്ട്, പ്ലേറ്റ് കായ ഉണ്ട്, പഴം നിറച്ച് ഉണ്ട്, മുട്ട പുഴുങ്ങിയതുണ്ട്, മുന്തിരി ഉണ്ട്, നാരങ്ങകളുണ്ട്, അവസാനമായിട്ട് നമ്മുടെ ഓറഞ്ച് ജ്യൂസും കൂടി ഉണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ ബാങ്ക് കൊടുക്കാനായിട്ട് സമയമായിട്ടുണ്ട്. അങ്ങനെ ഈന്തപ്പഴവും നാരങ്ങളൊക്കെ കുടിച്ച് നമ്മൾ നോമ്പൊക്കെ തുറന്നു കേട്ടോ ഗൈസ്. അങ്ങനെ ഉള്ള സാധനങ്ങളൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.